ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പി നോക്കാം. പാനിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, ഏലക്ക ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ചധികം മസാല തന്നെ ഉണ്ടാക്കി സ്റ്റോറാക്കി വെക്കുന്നുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കുത്തി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല കുറച്ചിട്ട് കൊടുക്കാം. മാഗിയുടെ ക്യൂബ് ഇത് 2 ബോക്സിലുള്ളത് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ചെറിയ ബോക്സിനകത്ത് 4 പീസ് കാണും. ഇവിടെ 3 ഹോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ആഡ് ചെയ്തത്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നമുക്ക് വലിയ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ നോക്കി വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് അവിടെ മാറ്റി വെക്കാം. ചിക്കൻ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ വേവുന്ന ടൈമിൽ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചോറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഗ്രാമ്പ്, ഏലക്ക എല്ലാം ആഡ് ചെയ്തിട്ട് സവാളയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ, തക്കാളി അതൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. നിങ്ങൾ അരി അളക്കുന്ന ഏത് പാത്രമാണോ പാത്രത്തിന് ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച ആ സ്റ്റോക്കും ബാക്കി പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്കും കൂടെ ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു ഹാഫ് നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കുക, ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ചോറൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ പരിപാടികളെല്ലാം സെറ്റായിട്ടുണ്ട്. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ജ്യൂസി ആയിട്ടുള്ള റൈസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക്